ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് നമ്മൾ ഈ 3 പ്ലാറ്റ്ഫോമുകളിൽ ഒരു ഗീവ് അവേൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളാണ് അതിൽ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത്. 3000-ന് മേലെ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ്. ഇന്നാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ 3 പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മൾ നമ്മുടെ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണോ വിന്നർ ആയിട്ടുള്ളത് ആ വീഡിയോയ്ക്ക് താഴെ ഇവരുടെ കമൻറ്റുകളും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും അത് നോക്കാവുന്നതാണ്. അവർക്ക് എത്ര ലൈക്ക് അവരിട്ട കമൻറ്റിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് ഫേക്കാണ്. അപ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കാൻ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമല്ല. കാരണം അങ്ങനെ പറയുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫേസ്ബുക്കിൽ വിന്നറായത് നൗഫി പോത്തുകല്ല്, ഇൻസ്റ്റഗ്രാമിൽ വിന്നറായത് ആരിഫ് കരുവാരമുണ്ട്, യൂട്യൂബിൽ വിന്നറായത് ഷെയ്ൻ നെൽസൺ കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ ഇവരെയൊക്കെ എനിക്ക് നേരിട്ട് ഒരു പരിചയമില്ല. അവർ ഈ കമൻറ്റ് ഇട്ടു. ഇങ്ങനെ ഞാൻ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തപ്പോഴാണ് ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാതെ നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകളും അതേപോലെ തന്നെ ഗീവ് അവേകളും നല്ല നല്ല വീഡിയോസ് എന്ത് ചെയ്യും നമ്മുടെ ചാനലുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനി അടിപൊളി ഒരു ഗീവ് അവേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഏത് സമയം എന്ത് ചെയ്യും, നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. എല്ലാ കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പേജുകളും യൂട്യൂബ് ചാനലും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം.